അത്ഭുതകരമായ ഒരു കാഴ്ചയിലേക്കാണ് സ്ലൊവേനിയയുടെ തലസ്ഥാനമായ ലുബ്ലിയാനയിലെ എന്റെ 4ാം ദിനം പുലർന്നത്. ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പഞ്ഞിത്തുണ്ടുകൾ പോലെ മഞ്ഞുകഷ്ണങ്ങൾ ആകാശത്തു നിന്നും പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മഞ്ഞിനെ വകവയ്ക്കാതെ തെരുവിലൂടെ ആളുകൾ നടക്കുന്നുണ്ടെങ്കിലും എനിക്കിതൊരു അത്ഭുത കാഴ്ചയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അല്പനേരം നിന്നു. പിന്നെ ഹോട്ടൽ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഇവിടുത്തെ മഞ്ഞ് വീഴ്ച മുറിയിലിരുന്ന് കാണേണ്ട കാഴ്ചയല്ലല്ലോ. ഞാനും ഒരു കുടയുമായി ആ മഞ്ഞുമഴയിലേക്ക് ഇറങ്ങി. ഇതൊരു അപൂർവ അനുഭവമാണ്. ചിലപ്പോൾ നേർത്ത തുണ്ടുകളായാണ് മഞ്ഞുവീഴ്ച. മറ്റു ചിലപ്പോൾ അത് വലിയ പഞ്ഞിത്തുണ്ടുകൾ പോലെ പെയ്യാൻ തുടങ്ങും. സ്ലോവൻസ്ക സ്ട്രീറ്റാണിത്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സ്ട്രീറ്റിന്റെ പുലർക്കാലം കാണുകയാണ്. ഈ ആളുകളെ സംബന്ധിച്ചൊന്നും പ്രത്യേകതയുള്ള ദിവസമാകണമെന്നില്ല ഇന്ന്. അവർക്കിതെല്ലാം സാധാരണമാണ്. കർക്കിടക മാസത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ജോലിസ്ഥലത്തേക്കും വിദ്യാലയങ്ങളിലേക്കും പോകുന്നത് പോലെയുള്ളൂ കാര്യങ്ങൾ. കഴിഞ്ഞ 2-3 ദിവസം മഞ്ഞില്ലായിരുന്നു എന്നത് ഒരു വ്യത്യസ്തത മാത്രമായിരുന്നു. ഇന്നാണ് മഞ്ഞുകാലത്തെ സ്ലൊവേനിയയുടെ യഥാർത്ഥ ജീവിതം കാണാനാവുന്നത്. വർഷത്തിൽ കാൽഭാഗവും ഇവിടെ ഇങ്ങനെയാണ്. നമുക്കാകട്ടെ ഇതൊരു അത്ഭുതവും. ആവേശപൂർവം ഞാൻ ആ തെരുവിലൂടെ നടന്നു. മഞ്ഞു പെയ്യുമ്പോഴുള്ള ഷൂട്ടിംഗ് അത്ര സുഗമമല്ല. മഴയുള്ള നേരത്തെ ഷൂട്ടിങ്ങിനേക്കാൾ പ്രയാസമാണിത്. മഞ്ഞുകണങ്ങൾ ക്യാമറ ലെൻസിൽ വീഴരുത്. അതിനാൽ കുടയുടെ ചുവട്ടിൽ ക്യാമറയെ ഭദ്രമാക്കി തന്നെയാണ് എൻ്റെ നടത്തം. ലുബ്ലിയാന പട്ടണത്തിലെ കാഴ്ചകൾ ക്യാമറയിലാക്കാനാണ് ഇന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുറേയേറെ അത്ഭുത കാഴ്ചകളുള്ള ഒരു നഗരമാണിത്. ഇന്ന് കാറുമായി സുഹൃത്ത് അലേഷ് നൊവാക് വരില്ല. ഇടയ്ക്ക് മഞ്ഞുകണങ്ങൾ പൊഴിയുന്നതിൻ്റെ ശക്തി അല്പം കുറയും. ഈ സമയത്ത് മഞ്ഞുകണത്തിന്റെ വലിപ്പവും കുറയും. എങ്കിലും കുടയില്ലാതെ നടക്കാനാവില്ല. കുറേ നേരത്തെ മഞ്ഞു പെയ്ത്തുകൊണ്ട് ഐസിന്റെ ഒരാവരണം നിലത്താകെ രൂപപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം മുഴുവൻ മഞ്ഞു വീഴുമ്പോൾ ഈ ആവരണത്തിന്റെ കനം 1.5 അടി വരെയാകും. ഏതാനും ദിവസങ്ങൾ അടുപ്പിച്ച് മഞ്ഞു പെയ്യുമ്പോഴാവട്ടെ ഐസ് ആവരണത്തിന്റെ കനം 1.5 മീറ്റർ വരെ എത്താറുണ്ട്. പ്രകൃതിയാകെ തന്നെ ധവളവർണ്ണമണിഞ്ഞിരിക്കുന്നു. മരക്കൊമ്പുകളും വാഹനങ്ങളുമെല്ലാം മഞ്ഞിൽ പുതഞ്ഞു നിൽപ്പാണ്. ഇത് സ്ലൊവീൻ റിഫർമേഷൻ പാർക്ക് എന്ന ഉദ്യാനമാണ്. ഉദ്യാനത്തിന് ആകെ തന്നെ ഒരു നിറമാറ്റം. മരങ്ങളുടെയെല്ലാം ഇല പൊഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മഞ്ഞൊന്നുമില്ലാതെ ഞാനിതിന്റെ യഥാർത്ഥ നിറം കണ്ടതാണ്. അർജന്റീന പാർക്ക് എന്ന വലിയൊരു ഉദ്യാനത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഈ കാണുന്ന സ്ലൊവീൻ റിഫർമേഷൻ പാർക്ക്. ലെനിൻ പാർക്ക് എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് നാളുകളിൽ ഈ പ്രദേശത്തിന്റെ പേര്. 1990-ലാണ് ഉദ്യാനത്തെ പുനർനാമകരണം ചെയ്തത്. മേശക്കസേരകളിലെല്ലാം ഐസിന്റെ ആവരണം. തെരുവ് കുറുകെ കിടന്ന് ഞാൻ നടത്തം തുടരുകയാണ്. പാതയിൽ വാഹനങ്ങൾ നന്നേ കുറവ്. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടമുണ്ട്. ഇപ്പോൾ പറയത്തക്ക പ്രത്യേകതകളൊന്നും തോന്നുന്നില്ലെങ്കിലും ഒരു കാലത്ത് സ്ലൊവേനിയയിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്നു. നാട്ടുകാർ ഇതിനെ നെബോട്ടിക് നിക് എന്ന് വിളിച്ചു. സ്കൈ സ്ക്രേപ്പർ അഥവാ അമ്പരചുംബി എന്നാണ് നെബോട്ടിക് നിക് എന്ന സ്ലൊവേൻ വാക്കിന്റെ അർത്ഥം. 1933-ലാണ് 70 മീറ്റർ ഉയരമുള്ള ഈ മന്ദിരം നിർമ്മിതമായത്. പണി പൂർത്തിയായ കാലത്ത് യുഗോസ്ലാവിയയിലെ ഏറ്റവും ഉയരമുള്ള മന്ദിരവും യൂറോപ്പിലെ ഏറ്റവും വലിയ 9ാമത്തെ കെട്ടിടവുമായിരുന്നു നെബോട്ടിക് നിക്. കുറേ ദൂരം നടന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും ആ കെട്ടിടം കാണാം. ആദ്യകാലങ്ങളിൽ നെബോട്ടിക് നിക്കിന്റെ മുകളിൽ നിന്നും ചാടി ആളുകൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുമുണ്ടായിരുന്നു. യുഗോസ്ലാവിയയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി ഇത് പരിലസിച്ചിരുന്ന കാലത്തെ കഥയാണ്. തെരുവിന്റെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ ഒരു മന്ദിരം കാണാം. ഇതാണ് ലുബ്ലിയാനയിലെ പ്രധാന പോസ്റ്റ് ഓഫീസ്. 1896-ൽ പണി പൂർത്തിയായ മന്ദിരമാണത്. പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലൂടെ നീണ്ടുകിടക്കുന്ന തെരുവിന്റെ അങ്ങേയറ്റത്ത് ഒരു പള്ളി കാണുന്നു. ലുബ്ലിയാന കത്തീഡ്രൽ ഓഫ് സെന്റ് നിക്കോളാസ്. കൊപ്പോവ സ്ട്രീറ്റ് എന്ന് ഈ തെരുവ് അറിയപ്പെടുന്നു.
കൊപ്പോവ സ്ട്രീറ്റിലൂടെ നടന്നാൽ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ക്വയറിലേക്കാണ് എത്തുക. ആ സ്ക്വയറിന് സമീപമാണ് ഈ നഗരത്തിലെ പ്രധാന ചരിത്ര മന്ദിരങ്ങളെല്ലാം ഉള്ളത്. കൊപ്പോവ ലുബ്ലിയാനയിലെ ഒരു പ്രധാന ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഇരുവശത്തുമുള്ള കെട്ടിടങ്ങളിൽ ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഗ്രാനൈറ്റ് വിരിച്ച് സുന്ദരമാക്കിയ സ്ട്രീറ്റ്. വഴിയോരത്ത് ധാരാളം റെസ്റ്റോറന്റുകൾ. അവിടങ്ങളിൽ സിഗരറ്റ് പുകച്ചും നല്ല ചൂടുള്ള കാപ്പി നുകർന്നും പുറത്തെ മഞ്ഞുവീഴ്ച ആസ്വദിച്ചുകൊണ്ട് ആളുകൾ ഇരിക്കുന്നു. ഇത്തവണ ശൈത്യകാലത്ത് ഇതിനു മുൻപ് ഒരു ദിവസം മാത്രമേ ഇങ്ങനെയുള്ള മഞ്ഞുവീഴ്ച ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അത്രേ. അതുകൊണ്ട് തന്നെ മഞ്ഞു വീണു തുടങ്ങിയതോടെ ആളുകളെല്ലാം ആഘോഷത്തിലാണ്. കൊപ്പോവ സ്ട്രീറ്റിലൂടെ നടന്ന് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പ്രിഷർനോവ് സ്ക്വയർ എന്നൊരു പൊതു ഇടത്തിലേക്കാണ്. ലുബ്ലിയാനയിലെ ഏറ്റവും പ്രമുഖമായ ചത്തുരമാണ് പ്രിഷർനോവ് സ്ക്വയർ. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങകലെ മലമുകളിൽ ഒരു കെട്ടിടം കാണാം. അതാണ് ലുബ്ലിയാന കാസിൽ. ലുബ്ലിയാനയുടെ ഭരണസിരാകേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ആ കാസിൽ. പ്രിഷർനോവ് സ്ക്വയറിനു ചുറ്റും ചരിത്ര മന്ദിരങ്ങളാണ്. ഇവിടെയും മഞ്ഞു വീണ് നിലം വെളുപ്പ് നിറമണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൗഢഗംഭീരമാണ് പ്രിഷർനോവ് സ്ക്വയർ. ലുബ്ലിയാന എന്ന നഗരത്തിന്റെ പ്രൗഢി ഇവിടെ കണ്ടറിയാം. ഈ നഗരത്തിലെത്തിയ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹോട്ടലിലേക്ക് നടക്കുമ്പോൾ തെല്ലും പൊലിമയില്ലാത്ത ഒരു നഗരമാണിതെന്ന് തോന്നിയിരുന്നു. എന്നാൽ ആ ഒരു കാഴ്ചയെയല്ല ഇവിടേക്കെത്തുമ്പോൾ. ചരിത്രഗരിമയും ആഠ്യത്വവുമുള്ള സുന്ദരമായൊരു നഗരം. കല്ല് വിരിച്ചു വെടിപ്പാക്കിയ ചത്തുരങ്ങൾ, അതിന്റെ ഓരം പറ്റി മനോഹര മന്ദിരങ്ങൾ. നിലത്ത് കല്ല് വിരിച്ചിരിക്കുന്നതിനുമുണ്ട് ഒരു പ്രത്യേക ഭംഗി. ഒരു കോണിൽ ഫ്രാൻഡെ പിഷറിന്റെ പ്രതിമയും സ്മാരകവും. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്ലൊവേൻ റൊമാന്റിക് കവിയാണ് ഫ്രാൻഡെ പിഷറൻ. തന്റെ ജീവിതത്തിലെ വലിയൊരു കാലം അദ്ദേഹം വസിച്ചത് ലുബ്ലിയാനയിലായിരുന്നു. കവിയുടെ സ്മാരകത്തിൽ ആരോ സമർപ്പിച്ച ഒരു പുഷ്പചക്രം. സ്മാരകത്തിന്റെ പിൻഭാഗത്തായി ഇവിടെ പിങ്ക് നിറത്തിലുള്ള ഒരു പള്ളി കാണാം. ഇവിടുത്തെ ഫ്രാൻസിസ്കൻ ചർച്ചാണത്. ഏറെ ചരിത്രമുള്ള ഒരു ദേവാലയം. മഞ്ഞിന്റെ കുളിരിൽ ആകെ ഉന്മേഷം കെട്ട് നിൽക്കുകയാണ് സ്ക്വയർ എന്ന് തോന്നും. ഒരു ഭാഗത്ത് 3 പാലങ്ങളുണ്ട്. സ്ക്വയറിലൂടെ ഒഴുകുന്ന ലുബ്ലിയാനിക്ക നദിക്ക് കുറുകെയാണത്. ലുബ്ലിയാനിക്ക നദിയാണ് സ്ലൊവേനിയയുടെ ഈ തലസ്ഥാന നഗരത്തിന്റെ ജീവനാഡിയെന്ന് പറയാം. കല്ലുകെട്ടി സുന്ദരമാക്കിയ ഓരങ്ങൾക്കിടയിലൂടെ കൃത്യമായി നിയന്ത്രിക്കപ്പെട്ട് ഒഴുകുകയാണത്. വലിയ നദിയൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ വീതി കൂടിയ ഒരു തോട് എന്നേ പറയാനാവൂ. എന്നാൽ ഓരങ്ങൾ ഭംഗിയായി കെട്ടിയൊരുക്കി നഗരത്തിൽ എവിടെ നിന്നും നദിയിൽ മാലിന്യം കലരാത്ത വിധം സംരക്ഷിച്ചും അതിനെ ശുദ്ധതയോടെ നിലനിർത്തുന്നു. ട്രിപ്പിൾ ബ്രിഡ്ജ് എന്നാണ് അടുത്തടുത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഈ 3 പാലങ്ങൾ അറിയപ്പെടുന്നത്. 1842-ലും 1932-ലുമായി സ്ഥാപിച്ച പാലങ്ങളാണത്. നദിയുടെ വശങ്ങളിലെ കെട്ടുകൾ പല ലെവലുകളായി തിരിച്ചിട്ടുണ്ട്. അതിലൊക്കെ റെസ്റ്റോറന്റുകളും പ്രവർത്തിക്കുന്നു. കൽക്കെട്ടിന് പോലുമുണ്ട് ഒരു ഭംഗി. നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയെ മനോഹരമായി എങ്ങനെ സംരക്ഷിക്കാമെന്ന് ഇവിടെ നിന്നും കണ്ടറിയാം. ഒരു കടലാസു തുണ്ടോ കരിയിലയോ പോലും ഇതിലെങ്ങും കാണാനാവില്ല എന്നതാണ് പ്രത്യേകത. നദിയുടെ ഓരങ്ങൾ കൈവരികളും മറ്റുമായി മനോഹരമാക്കിയിരിക്കുന്നു. കുറേ ദൂരം നടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ട്രിപ്പിൾ ബ്രിഡ്ജ് കുറെ കൂടി വ്യക്തമായി കാണാം. അതിന്റെ സമീപത്താണ് ഈ പ്രിഷർനോവ് സ്ക്വയർ. ട്രിപ്പിൾ ബ്രിഡ്ജിന്റെ ആകൃതി വ്യക്തമായി കാണാനാണ് ഇവിടെ വരെ ഞാൻ നടന്നത്. ഇവിടെ നിന്നും നേരെ മലമുകളിലേക്ക് നോക്കുമ്പോൾ ലുബ്ലിയാന കാസിൽ കുറെ കൂടി വ്യക്തമായി കാണാം. അത് നിലകൊള്ളുന്ന മല കാസിൽ ഹിൽ എന്ന് അറിയപ്പെടുന്നു. 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ കാസിലാണ് അത്. തുടർന്ന് 14, 15, 17, 20 നൂറ്റാണ്ടുകളിലെല്ലാം പുതുക്കിപ്പണിത അതിവിപുലമായ ഒരു ദുർഗം. ഇല്ലിറിയൻ ഗോത്രവർഗക്കാരുടെ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്ന മലയിൽ പിന്നീട് റോമൻ സൈന്യം ഒരു കോട്ട പണിതു എന്നാണ് ചരിത്രം. നദിയുടെ തീരത്തുകൂടി പ്രിഷർനോവ് സ്ക്വയറിലേക്ക് തിരികെ നടക്കുകയാണ്.
സ്ക്വയറിലെ പ്രധാന കാഴ്ചകൾ ഷൂട്ട് ചെയ്ത് തീർത്ത ശേഷം മറ്റു ഭാഗങ്ങളിലേക്ക് പോകാമെന്നാണ് തീരുമാനം. വീണ്ടും സ്ക്വയറിലേക്കെത്തി. മഞ്ഞുവീഴ്ചയില്ലായിരുന്നെങ്കിൽ ഏറെ സജീവമാകുമായിരുന്ന റെസ്റ്റോറന്റുകൾ ഇവിടെ ധാരാളമുണ്ട്. ലുബ്ലിയാന എന്ന നഗരത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങളാണ് ഇത്. പ്രത്യേക അനുമതിയോടെ അപൂർവം വാഹനങ്ങൾ കടന്നുപോകുന്നു. പൊതുവാഹനങ്ങൾ ഇവിടെയൊന്നും അനുവദിക്കുകയില്ല. അടുത്തടുത്തായി 3 പാലങ്ങൾ. 13-ാം നൂറ്റാണ്ടിൽ ഇവിടെ നദിക്കു കുറുകെ ഒരു മരപ്പാലമാണ് ഉണ്ടായിരുന്നത്. 1842 ഇറ്റാലിയൻ ശില്പി ജിയോവനി പിക്കോവിന്റെ രൂപകൽപ്പനയിൽ ആദ്യ കൽപ്പാലം വരുന്നത്. ഫ്രാൻഡെ പ്രിഷറിന്റെ സ്മാരകത്തിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. സ്ലൊവേൻ ഭാഷയിലും ജർമ്മനിലും കവിതകൾ എഴുതിയിരുന്ന യുഗോസ്ലാവിക്കാരുടെ ഇഷ്ടകവിയായിരുന്നു ഫ്രാൻഡെ പ്രിഷറൻ. മതത്തോടും ഭരണവർഗത്തോടും ഒരേ സമയം ആശയഭിന്നതയുണ്ടായിരുന്ന അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ സ്ലൊവേനിയയിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭരായ ദേശസ്നേഹികളുടെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. കവിക്ക് സമർപ്പിച്ച പുഷ്പചക്രത്തിലെ പൂക്കളെല്ലാം മഞ്ഞ് വീണ് കുനിഞ്ഞിരിക്കുന്നു. പാലത്തിന്റെ കൈവരിയിൽ ആരോ മഞ്ഞുകൊണ്ട് ശില്പം മെനഞ്ഞു വെച്ചിട്ടുമുണ്ട്. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം ടിവിഡികൾ 9-ാം വോളിയം പുറത്തിറങ്ങിയിരിക്കുന്നു. നോർവേ, മാൾട്ട, നേപ്പാൾ, US എന്നീ രാജ്യങ്ങളിലെ കാഴ്ചകൾ. നോർവേയിലെ ഓസ്ലോ സിറ്റി, നോർവീജിയൻ മ്യൂസിയം, ഓപ്പറ ഹൗസ്, അതിസുന്ദരമായ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്ര, ബെർഗൻ എന്ന സവിശേഷ നഗരം, ഫ്യോർഡുകളിലൂടെയുള്ള ദീർഘയാത്രകൾ, മെഡിറ്ററേനിയൻ ദ്വീപുരാഷ്ട്രമായ മാൾട്ടയിലെ വലറ്റ നഗരം, ചരിത്രമുറങ്ങുന്ന പുരാനഗര ഭാഗങ്ങൾ, ബാർസലോക്ക് വില്ലേജ്, ബ്ലൂ ഗ്രോട്ടോ, ഫോർട്ട് സിറ്റി, ഗോൾഡൻ ബേ ബീച്ച്, വിക്ടോറിയ കത്തീഡ്രൽ തുടങ്ങി അനേകം സ്ഥലങ്ങൾ. നേപ്പാളിലെ കാഠ്മണ്ഡു, പശുപതിനാഥ ക്ഷേത്രം, ബോധനാഥ സ്തൂപം, സ്വയംഭൂനാഥ ക്ഷേത്രം, ദർബാർ സ്ക്വയർ, ഭക്തപൂർ ഹെറിറ്റേജ് സിറ്റി, പത്താൻ പുരാനഗരം, പൊക്ര, ഫേവ തടാകം എന്നിങ്ങനെ അത്യാകർഷകമായ നിരവധി കാഴ്ചകൾ. അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്, ഹോളിവുഡ്, വാക്സ് മ്യൂസിയം, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി, സാന്താ മോണിക്ക പിയർ, ലഗൂണ ബീച്ച്, ബാറ്റിൽഷിപ്പ് മ്യൂസിയം, സാന്റിയാഗോ പട്ടണം, അരിസോണയിലെ റെഡ് റോക്ക് പാർക്ക്, റൂട്ട് 66 എന്ന സവിശേഷ പാത, ലാസ് വേഗാസ്, ഗ്രാൻഡ് കന്യൻ, ഹൂവർ ഡാം, കാസിനോകൾ, ഡെത്ത് വാലി തുടങ്ങി അപൂർവമായ ഒട്ടേറെ കാഴ്ചകൾ. 4 രാജ്യങ്ങൾ, നിരവധിയായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം ടിവിഡികൾ വോളിയം നമ്പർ 9. വില 3500 രൂപ മാത്രം. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. ഈ ദൃശ്യശേഖരം സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. തെരുവിൽ മഞ്ഞുകൊള്ളാതെ കുടച്ചൂടി നടക്കുന്നവരും മഞ്ഞേറ്റു നടക്കുന്നവരുമുണ്ട്. ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഈ മഞ്ഞുവീഴ്ചയും തണുപ്പും പ്രതിരോധിക്കാൻ പ്രാപ്തിയുള്ളതല്ല. എവിടെ അല്പം ചൂട് കിട്ടുമെന്ന് പരതുമ്പോഴാണ് ഈ പള്ളി കാണുന്നത്. ധൈര്യപൂർവ്വം കടന്നു ചെല്ലാവുന്ന ഇടമാണല്ലോ ദേവാലയം. അതിനകത്തു കയറി. ഫ്രാൻസിസ്കൻ ചർച്ച്, സ്ലൊവേനിയയുടെ ദേശീയ പ്രാധാന്യമുള്ള കൾച്ചറൽ മോണ്യുമെന്റായി സംരക്ഷിച്ചു വരുന്ന ദേവാലയമാണിത്. 1646 മുതലുള്ള 14 വർഷങ്ങൾക്കുണ്ടായിരുന്നു ഈ പള്ളിയുടെ നിർമ്മാണം. ഒരു ഫ്രാൻസിസ്കൻ മൊണാസ്ട്രിയോടനുബന്ധിച്ചുള്ള ആരാധനാലയമാണിത്. നിർമ്മിതമായ കാലത്ത് ലുബ്ലിയാനയിലെ തന്നെ ഏറ്റവും പ്രമുഖ ദേവാലയമായിരുന്നു ഈ ഫ്രാൻസിസ്കൻ ചർച്ച്. പല കാലങ്ങളിൽ പള്ളി പുതുക്കി പണിതിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കാണുന്ന പെയിന്റിംഗ് വർക്കുകളിൽ അധികവും 1936 സ്ലൊവേൻ ഇംപ്രഷനിസ്റ്റ് ചിത്രകാരൻ മത്തൈസ് ടെർണന്റെ സംഭാവനയാണ്.
പള്ളിയുടെ മേൽത്തട്ടിലും ഭിത്തികളിലുമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 100 കണക്കിന് മ്യൂറലുകളുമുണ്ട്. അകം നന്നായി ചൂടാക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തെ കൊടും തണുപ്പിൽ നിന്നും പള്ളിക്കകത്ത് കയറി 10 മിനിറ്റ് ഇരുന്നപ്പോൾ നല്ല സുഖം. പക്ഷേ കൂടുതൽ നേരം അങ്ങനെ ഇരിക്കാനാവില്ലല്ലോ. നീളൻ ബെഞ്ചുകളിൽ അങ്ങിങ്ങായി ഏതാനും പേർ പ്രാർത്ഥനകളിൽ മുഴുകിയിരിപ്പുണ്ട്. അവരെ അവിടെ വിട്ട് ഞാൻ ഫ്രാൻസിസ്കൻ ചർച്ചിന്റെ പുറത്തേക്ക് നടന്നു. പുറത്തേക്കിറങ്ങുമ്പോൾ തണുപ്പിന്റെ തീവ്രത അറിയാം. ഇപ്പോൾ മഞ്ഞുവീഴ്ചയുടെ തോത് അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പള്ളിയുടെ പടവിൽ നിന്നാൽ പ്രിഷർനോ സ്ക്വയറിന്റെ മനോഹാരിത ശരിക്കും കാണാം. മഞ്ഞുവീഴ്ചയുള്ള യൂറോപ്പ് ഒരു കാഴ്ചാനുഭവം തന്നെയാണ്. പലരും മഞ്ഞുകാലം യൂറോപ്പിലെ മോശം സമയമാണെന്നും തണുപ്പ് അസഹനീയമാണെന്നുമെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ മഞ്ഞുകാലത്ത് തന്നെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെയിലും ചൂടുമെല്ലാം നമുക്ക് കേരളത്തിലും അനുഭവിക്കാൻ കഴിയുമല്ലോ. ഇല പൊഴിഞ്ഞ മരങ്ങൾ, മാനത്തു നിന്നും പൊഴിയുന്ന മഞ്ഞിൻ തുണ്ടുകൾ, നിലത്ത് വീണ് കട്ടുപിടിക്കുന്ന ഐസ്, ഇതെല്ലാമാണല്ലോ യൂറോപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. അതെല്ലാം കാണണമെങ്കിൽ മഞ്ഞുകാലത്തു തന്നെ യൂറോപ്പ് സന്ദർശിക്കണം. മഞ്ഞിനെ ആഹ്ലാദമാക്കുന്നു ഇവിടെ കുറച്ചുപേർ. ഇവർക്കും ഇത് വ്യത്യസ്തതയുടെ കാലമാണല്ലോ. വിവിധ നിറങ്ങളിലുള്ള കുടകളുമായി നടന്നു പോകുന്ന ആളുകൾ തന്നെ ഈ പട്ടണത്തിന് ചാർത്തുന്ന വർണ്ണവൈവിധ്യം രസകരമാണ്. ഞാൻ ട്രിപ്പിൾ ബ്രിഡ്ജിലൂടെ നേരെ നദിയുടെ മറുകരയിലേക്ക് നടക്കുകയാണ്. അവിടെയാണ് നഗരത്തിലെ ചരിത്രമന്ദിരങ്ങൾ കൂടുതലുള്ളതെന്ന് തോന്നി. കാസിൽ മലയുടെ അടിവാരം വരെ പരന്നു കിടക്കുകയാണ് പട്ടണത്തിന്റെ ഈ ഭാഗം. പാലം കടന്ന് നടക്കവേ മുന്നിൽ ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറുവാഹനം കടന്നു പോകുന്നത് കാണാം. പട്ടണത്തിന്റെ ഈ ഭാഗത്ത് പൊതുവെ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ വൃദ്ധർക്കും അവശർക്കുമെല്ലാം തുണയാകുക ഇത്തരം വണ്ടികളാണ്. മഞ്ഞും മഴയുമെല്ലാം ഉള്ളപ്പോൾ ഈ വാഹനം സന്നദ്ധ സേവനത്തിനായി രംഗപ്രവേശം ചെയ്യും. വൃദ്ധർ നടന്നു പോകുന്നത് കണ്ടാൽ ഇതിൽ കയറ്റും. ഡ്രൈവർ തന്നെ പുറത്തിറങ്ങി വൃദ്ധരെ വളരെ ആദരവോടെ വണ്ടിയിലേക്ക് കയറ്റുന്നു. എന്നെ അതിശയിപ്പിച്ച കാഴ്ചയായി അത്. മഞ്ഞു പൊഴിയുന്ന തെരുവിലൂടെ നടക്കാൻ പ്രയാസമുള്ളവരെ അവർക്ക് എത്തേണ്ടിടത്ത് സൗജന്യമായി എത്തിക്കുന്ന വണ്ടി. ഇതാണ് ഒരു രാഷ്ട്രം അവിടുത്തെ മുതിർന്ന പൗരന് നൽകുന്ന ആദരവ്. ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരാളോട് നമുക്ക് അസൂയല്ലാതെ മറ്റൊന്നും തോന്നാനില്ല. തെരുവിലൂടെ നടത്തം തുടർന്നപ്പോൾ ഒരു സ്ക്വയറിലേക്കാണ് ഞാനെത്തുന്നത്. മെസ്റ്റനി സ്ക്വയർ എന്ന ചത്തുരമാണ് മുന്നിൽ. മെസ്റ്റനി സ്ക്വയർ എന്നാൽ ടൗൺ സ്ക്വയർ എന്ന് ആംഗലേയ ഭാഷാന്തരം. ഈ സ്ക്വയറിലെ പ്രധാന കാഴ്ച ഇക്കാണുന്ന ടൗൺ ഹാൾ ബിൽഡിംഗ് ആണ്. അതിനു മുന്നിൽ ഒരു ഫൗണ്ടൻ. ഇറ്റാലിയൻ ശില്പി ഫ്രാൻസിസ്കോ റോബ 1751 നിർമ്മാണം പൂർത്തിയാക്കിയ ഫൗണ്ടനാണ്. അതിനു ചുവട്ടിൽ പാത്രത്തിൽ നിന്നും വെള്ളമൊഴുക്കുന്ന 3 ദേവരൂപങ്ങൾ. ഇതാണ് ഫൗണ്ടന്റെ രൂപം. ദേവന്മാർ ലുബ്ലിയാനിക്ക, സാവ, കിർക്ക എന്നീ നദികളെ പ്രതിനിധീകരിക്കുന്നു. ഫൗണ്ടനപ്പുറം ഇക്കാണുന്നതാണ് ടൗൺ ഹാൾ. 1484 ഗോത്തിക് ശൈലിയിൽ ഇവിടെ ആദ്യ ടൗൺ ഹാൾ നിർമ്മിതമാവുന്നത്. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ ബറോക്ക് ശൈലിയിൽ ഇതൊന്ന് നവീകരിക്കുകയുമുണ്ടായി. ഫാസിസ്റ്റ് ഇറ്റാലിയൻ സൈന്യം 1941 ലുബ്ലിയാന കീഴടക്കിയപ്പോൾ അവരുടെ പ്രൊവിൻഷ്യൽ ഭരണകേന്ദ്രമായിരുന്നു ഈ ടൗൺ ഹാൾ. ഇപ്പോൾ ലുബ്ലിയാന മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനമാണ് ഈ ടൗൺ ഹാൾ. ടൗൺ ഹാളിന്റെ മുൻഭാഗത്തുള്ള സ്ക്വയർ എന്ന നിലയിൽ മെസ്റ്റനി സ്ക്വയർ 15-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഏറെ സജീവമായിരുന്നു. 4000 വർഷം മുൻപ് മുതൽ തന്നെ ജനവാസമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ലുബ്ലിയാന. അക്കാലത്ത് ഏതാനും ഗോത്രവർഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. റോമാ സാമ്രാജ്യം ലുബ്ലിയാന ഉൾപ്പെടുന്ന പ്രദേശം കൈവശപ്പെടുത്തുന്നതോടെയാണ് ഇവിടം ദ്രുതഗതിയിലുള്ള വളർച്ചയിലേക്കും മറ്റൊരു സാംസ്കാരിക ശൈലിയിലേക്കും എത്തുന്നത്.
ഇവിടെ ഒരു പട്ടണം പണിതത് റോമാക്കാരായിരുന്നു. AD 1100 ആയപ്പോഴേക്കും മേഖലയിലെ ഒരു പ്രമുഖ നഗരമായി ലുബ്ലിയാന മാറി. കുന്നിൻമുകളിലെ കാസിൽ വിപുലവും ബലവത്തുമായി. 1161 താർസൻഡോയിലെ റുഡോൾഫ് എന്ന ധനികൻ ലുബ്ലിയാന കാസിലിനകത്ത് 20 കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ഒരു വലിയ പീരങ്കി സ്ഥാപിക്കുകയും ചെയ്തതായി ചരിത്രരേഖകളുണ്ട്. മഞ്ഞു പെയ്യുന്നതിനാൽ കുട ചൂടി മാത്രമേ നടക്കാനാവൂ. ഒരു കൈയിൽ ക്യാമറ, മറുകൈയിൽ കുട, പുറത്ത് ബാഗ് എന്നിവയെല്ലാമായി അല്പം സാഹസപ്പെട്ടാണ് എന്റെ നടത്തം. വഴിയോര റെസ്റ്റോറന്റുകൾക്കെല്ലാം ഇന്ന് കഷ്ടകാലമാണ്. കുടകളും കസേരകളുമെല്ലാം മടക്കി വെച്ചിരിക്കുന്നു. പ്രധാന തെരുവിൽ നിന്നും പല ഭാഗങ്ങളിലേക്ക് ഇത്തരം ഇടത്തെരുവുകളുണ്ട്. അതിന്റെ എല്ലാം ഓരത്ത് പുരാമന്ദിരങ്ങളും. തെരുവിൽ ചിലയിടത്ത് ആളുകളുടെ സംഘങ്ങൾ. വിദ്യാർത്ഥികളാണോ ടൂറിസ്റ്റുകളാണോ എന്ന് മനസ്സിലാവുന്നില്ല. ടൂറിസ്റ്റുകൾ തന്നെയാവാം. ലുബ്ലിയാനയിലെ മറ്റൊരു പള്ളിയുടെ മുന്നിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് പള്ളി, ചർച്ച് ഓഫ് സെന്റ് നിക്കോളാസ്. ലുബ്ലിയാന കത്തീഡ്രൽ എന്നും അറിയപ്പെടുന്നുണ്ട് ഇത്. വലിയൊരു മന്ദിര കോംപ്ലക്സ് തന്നെയാണ് ലുബ്ലിയാന കത്തീഡ്രൽ. 13-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായതാണിത്. പള്ളിയുടെ ഒരു വശത്തുള്ള കമാനം കടന്നു ചെല്ലുന്നത് ഇങ്ങനെ ഒരു നടുമുറ്റത്തേക്കാണ്. വലിയൊരു സ്ക്വയർ. ഇത് ലുബ്ലിയാനയിലെ സെൻട്രൽ മാർക്കറ്റാണ്. പച്ചക്കറിയും പഴവും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുമെല്ലാം വിൽക്കുന്ന ചന്ത. ഈ ഭാഗം അതിന്റെ ഒരു തുടക്കം മാത്രമാണ്. കടകളൊന്നും കാര്യമായി ഇവിടെ പ്രവർത്തിക്കുന്നില്ല. സെൻട്രൽ മാർക്കറ്റിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇവിടമെന്ന് പറയാം. 1-2 കടകളെ തുറന്നിരിക്കുന്നുള്ളൂ. ഉണക്കമാംസത്തിന്റെ വിൽപ്പനക്കാരനാണ് ഇദ്ദേഹം. പന്നി, ആട് തുടങ്ങിയവയുടെ മാംസം ഉണക്കി വെച്ചിരിക്കുന്നു. സ്ക്വയറിലെ കടകളെല്ലാം സജീവമാകാനിരിക്കുന്നതേയുള്ളൂവെന്ന് എനിക്ക് തോന്നി. മാർക്കറ്റിന്റെ ഒരു അതിരിലൂടെയാണ് ലുബ്ലിയാനിക്ക നദി ഒഴുകുന്നത്. നദിയിൽ മഞ്ഞു പെയ്യുന്നതും കണ്ടുകൊണ്ട് അതിന്റെ തീരത്ത് ഞാൻ